ഹായ്. അപ്പോൾ ഇവിടെ 19-ാം തീയതി എക്സാമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവർക്ക് വെക്കേഷൻ ആട്ടോ, 2 ആഴ്ചത്തെ വെക്കേഷൻ ഉണ്ട്. ഇനി ഇവർക്ക് 6-ാം തീയതി ആയിട്ട് ക്ലാസ് തുറക്കുള്ളൂ കേട്ടോ. ഇവിടെ ദസറ ഹോളിഡേയ്സ് ആണ്. നമ്മുടെ നാട്ടിൽ നമുക്ക് ഓണം വെക്കേഷൻ ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഇവർക്ക് 15 ദിവസത്തെ ലീവാട്ടോ ഉള്ളത്. അപ്പം ഞാൻ കരുതി വെക്കേഷനൊക്കെ അല്ലേ, ഇവരെ മുടിയൊക്കെ ഒന്ന് വെട്ടാമെന്ന് വിചാരിച്ചു. കാര്യം ഇവർക്ക് തീരെ ഇഷ്ടമല്ല മുടി വെട്ടാന്ന് പറയുമ്പോൾ കേട്ടോ. എപ്പോഴും ഞാൻ വിചാരിക്കും കുറച്ച് നീളം വയ്ക്കുമ്പോഴേക്കും വെട്ടാം. അപ്പോൾ ഇവർ പറയും വെട്ടണ്ട, വളർത്തണം, ക്ലാസ്സിലെ പിള്ളേർക്ക് അത്ര മുടിയുണ്ട് ഇത്ര മുടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരും കേട്ടോ, 2 പേരും അതെ. അപ്പം ഞാൻ ഇന്ന് എന്തായാലും ഞാൻ പറഞ്ഞു വെട്ടിക്കാം, കുറച്ച് വെട്ടുള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് എന്താ പറയുക പ്രോമിസ് പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്, ഇത്തിരി വെട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ത്രെഡ് ചെയ്യാനിരുന്നപ്പോൾ ദച്ചൂസിനെയും വെട്ടാനിരുന്നു കേട്ടോ സൈഡിൽ. ദച്ചൂസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇത്തിരി വെട്ടുള്ളൂ, ദച്ചൂസിന് കണ്ണിക്കൊക്കെ നന്നായി വന്നു തുടങ്ങിയിട്ട്. അപ്പോൾ ഫ്രണ്ടിലൊരു തരി ഒന്ന് ഷേപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ബാക്കിലും ഒരു ഇത്തിരി കട്ട് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യാമെന്നാട്ടോ വിചാരിച്ചത്. ധ്രുവക്കുട്ടിക്കും അതെ, ധ്രുവക്കുട്ടിക്ക് എന്താ പറയുക, അവൾക്ക് ലെങ്ത്ത് കുറയ്ക്കുക എന്ന് പറയുന്നത് ഇഷ്ടമല്ല, തീരെ മുടി വെട്ടാന്ന് പറയുന്നത് തന്നെ ഇഷ്ടമല്ല കേട്ടോ ധ്രുവക്കുട്ടിക്ക്. കാര്യം അവൾ പറയും എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് കുറേ മുടിയുണ്ട്, അവർ മെടഞ്ഞ് മടക്കി കെട്ടും, മെടഞ്ഞിടുന്നൊക്കെ പറയും കേട്ടോ. ഇവൾക്ക് പക്ഷേ അങ്ങനെ കെട്ടാനൊന്നുമില്ല, ഇവളുടെ മുഖം കുഞ്ഞു മുഖമായി കാരണം. അപ്പോൾ അതിനനുസരിച്ചുള്ള മുടിയാട്ടോ അവൾക്ക് അവൾക്ക് ഭംഗി കൂടുതലും, അല്ലെങ്കിൽ ഇവർക്ക് മുടി കൂടുതലായി തോന്നും. കാരണം അവൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണം വയ്ക്കാത്ത പ്രകൃതം, അപ്പം മുഖം ഭയങ്കര കുഞ്ഞിതായിട്ട് തോന്നും കേട്ടോ. പിന്നെ തെച്ചൂസിൻ്റെ കാര്യമാണെന്നുവെച്ചെങ്കിൽ പിന്നെ പറയണ്ട, ചേച്ചി എന്ത് ചെയ്യുന്നോ അതന്നെ ഫോളോ ചെയ്യുള്ളൂ കേട്ടോ. ചേച്ചിക്ക് എന്ത് ചെയ്യുന്നോ അതന്നെ എനിക്കും വേണം, അങ്ങനത്തെ ഒരു പ്രകൃതം കേട്ടോ തെച്ചൂസിന്. അപ്പോൾ ഞാൻ തെച്ചൂസിൻ്റെ അടുത്തും പറഞ്ഞു ഞാനൊരു ഇത്തിരി വെട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വെട്ടിച്ചെടുത്ത് കേട്ടോ. ധ്രുവക്കുട്ടിക്ക് ആണെന്നുവെച്ചെങ്കിൽ മുടി വെട്ടാനിരിക്കുമ്പോൾ അവർ പറഞ്ഞു ഹെയറിൽ കുറച്ച് ഓയിലുണ്ട്, അപ്പോൾ അതൊന്ന് കളയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ഹെയർ വാഷ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. ഹെയർ വാഷ് ചെയ്ത് മുടി വെട്ടുക എന്നുള്ളതൊക്കെ ധ്രുവക്കുട്ടിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന കാര്യം കേട്ടോ. അവൾ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാത്ത കാരണം തന്നെ അവൾക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു ഇങ്ങനെ കിടന്ന് കൊടുക്കുമ്പോൾ കേട്ടോ മുടി ഇങ്ങനെ കഴുകാനൊക്കെ. പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ടു, നന്നായി അവർ മസാജൊക്കെ ചെയ്ത് നന്നായി കഴുകിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. അവരിങ്ങനെ സുഖിച്ച് കിടക്കുകയായിരുന്നു. നമുക്ക് പിന്നെ ബ്യൂട്ടി പാർലറിലേക്ക് പോകാനൊക്കെ സുഖം കേട്ടോ, നമുക്ക് താഴേക്ക് ഇങ്ങനെ ഇറങ്ങിയാൽ മതി, നമ്മുടെ അവിടെ ബ്യൂട്ടി പാർലറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയിട്ടാണ് ഈ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അവൾക്ക് കാണിച്ചെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആട്ടോ ഇങ്ങനെ മുടി കഴുകിയിട്ട്. അപ്പോൾ ഞാൻ ഈ പോകുന്ന വഴിക്ക് തന്നെ 2-3 ഫോട്ടോസൊക്കെ ഇങ്ങനെ പിന്നെ ഇൻട്രസ്റ്റിലൊക്കെ നോക്കി, ഇങ്ങനെ കുഞ്ഞ് ഹെയർസൊക്കെ ഉള്ളവർക്ക് ഏത് ഹെയർ സ്റ്റൈലാവും ഭംഗി ഉണ്ടാവുക കുറച്ചുകൂടെ നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടാട്ടോ ചെയ്യിച്ചത് 2 പേർക്കും. ദച്ചൂസിൻ്റെ മുടി വെട്ടുമ്പോഴും ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തു, നല്ലൊരു കുഞ്ഞൊരു കുട്ടിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അതുപോലെ മതി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ധ്രുവക്കുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടോ. ഫ്രണ്ടിൽ ഒരു ഇത്തിരി ഇറക്കം കുറച്ചിട്ട് ബാക്കിൽ ഒരു തുമ്പ് മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ധ്രുവക്കുട്ടിയുടെ ആണെങ്കിൽ അവർ ചെയ്ത് വന്നപ്പോൾ അവർ ഓൾറെഡി ഫ്രണ്ടിൽ കുറച്ച് കുറവ് മുടിയുള്ളൂ, ഇനി അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ കോലം. 2 പേരും പോസ് ചെയ്യാനൊക്കെ നിൽക്കുകയാണ് മുടിയൊക്കെ വെട്ടി കഴിഞ്ഞപ്പോൾ കേട്ടോ. 2 പേർക്കും ഇഷ്ടപ്പെട്ടു. കാരണം വെട്ടിയെന്ന് പറയാനൊന്നും പറ്റില്ല കേട്ടോ, ഞാൻ തുമ്പ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യിച്ച് ഇത്തിരി ഒന്ന് ഭംഗിയിലൊന്നും ആക്കി കൊടുത്തോളൂ. അപ്പോൾ എനിക്കൊരു സമാധാനമായി വെട്ടിയതും അവർക്കും സമാധാനമായി വെട്ടിയില്ല എന്നുള്ളത്.